എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെമ്പാടും വംശീയ വിദ്വേഷങ്ങൾ ആളിപ്പടരുകയാണ്. ദേശീയബോധം ആളിക്കത്തുകയും വിദേശികൾ തങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വന്നവരാണെന്നുള്ള ചിന്താഗതിക്ക് ആക്കം കൂടുകയും ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ വിട്ടുപോകുന്നത് ഈ ചിന്താഗതിക്ക് കൂടുതൽ ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. വസുദൈവക കുടുംബം എന്ന മന്ത്രം ചൊല്ലിയ നമ്മുടെ രാജ്യത്തിന്റെയും പോക്ക് നല്ല നിലയിലേക്കല്ല എന്ന് ഇടയ്ക്കിടെ നമുക്ക് തോന്നിപ്പോകുന്നു. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു എ എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. വിദേശികൾ അയക്കുന്ന പണത്തിന് 6% സർചാർജ് ഏർപ്പെടുത്തണമെന്ന അഭിപ്രായത്തെക്കുറിച്ച് സൗദി ഷൂറ കൌൺസിൽ പഠനം നടത്തുന്നു. ആദ്യ വർഷം 6% സർചാർജും പിന്നീടുള്ള വർഷങ്ങളിൽ ചാർജ് കുറച്ചും കൊണ്ടും വന്നു. 5-ാമത്തെ വർഷം സർചാർജ് 2% ചുരുക്കണമെന്നാണ് മുൻ ഷൂറ കൌൺസിൽ അംഗം ഡോക്ടർ ഹിസാം അൽ അൻഖരി അഭിപ്രായപ്പെട്ടത്. കൂടാതെ വിദേശികളുടെ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം രാജ്യത്ത് ചിലവഴിക്കുന്നതിനോ നിക്ഷേപം നടത്താനോ പ്രേരിപ്പിക്കണം. ഒപ്പം വിദേശികൾക്ക് നൽകുന്ന സേവന നിലവാരം ഉയർത്തുകയും വേണം. രാജ്യത്തെ മൊബൈൽ ഷോപ്പുകളിൽ സൗദി വാണിജ്യ നിക്ഷേപ വിഭാഗം നടത്തിയ പരിശോധനകളിൽ ബിനാമി ബിസിനസ്സുമായി ബന്ധപ്പെട്ടും സൗദി കൊമേഴ്സ് രജിസ്റ്റർ ലൈസൻസ് നിയമലംഘനങ്ങളും സ്വദേശീവൽക്കരണ നിയമലംഘനങ്ങളും കണ്ടെത്തിയതായി സൗദി വാണിജ്യ നിക്ഷേപ മന്ത്രാലയം വ്യക്തമാക്കി. 1500 പരിശോധനകളിലായി 500 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പരിശോധനകളിൽ നിരവധി വ്യാജ സ്പെയർ പാർട്സുകളും കണ്ടെത്തിയതായിരുന്നു. ബിനാമി ബിസിനസ് നടത്തിയതായി സംശയിക്കുന്ന പലരെയും പിടികൂടി ബന്ധപ്പെട്ട വകുപ്പിന് തുടർ നടപടികൾക്കായി കൈമാറി. മൊബൈൽ ഫോൺ ഷോപ്പുകളിൽ 50% സ്വദേശീവൽക്കരണം നടപ്പാക്കാത്ത സ്ഥാപനങ്ങളുടെ മന്ത്രാലയത്തിന്റെ വിവിധ സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. അഞ്ചു വർഷത്തോളം ഒമാനിലുണ്ടായിരുന്ന തിരുവനന്തപുരം നേമം സ്വദേശി രാജപ്പൻ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് 1 മാസം പൂർത്തിയാകുന്ന നേരത്താണ് തെരുവിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഈ ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ നട്ടലിനും ഇടുപ്പെല്ലിനും വാരിയെല്ലിനും തോളിലിനുമെല്ലാം വളരെ സാരമായ പരിക്കുകൾ ഉണ്ടാവുകയും അത് കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുമാണ്. എന്നാൽ രാജപ്പന് തനിക്ക് അവകാശപ്പെട്ട നഷ്ടപരിഹാരം കിട്ടണം, അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം ഇന്ന് പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. നമുക്ക് എത്രമാത്രം അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിനു ശേഷം. ഒരു പൈസ കിട്ടിയില്ലേ? അവിടുന്ന് ഒരു പൈസ കിട്ടിയില്ല, ഒന്നും തന്നില്ല. ഇല്ല, കമ്പനിയൊന്നും തന്നില്ല. ഇല്ല, കമ്പനിയൊന്നും തന്നില്ല. കമ്പനി തന്നില്ല എന്ന് മാത്രമല്ല, എന്നെ ഹോസ്പിറ്റലിൽ വേറെ ഒമാനി ആരോണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. കമ്പനിയല്ല ഇത്. അതിന് സംഭവിച്ചത് കമ്പനിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അകലെ എൻ്റെ ഒരു സുഹൃത്ത് പൈസയുടെ കാര്യം അതാ പറഞ്ഞു വരുന്നത്. അപ്പോൾ ക്രൈം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്പോൺസറൊക്കെയാണ് ഞാൻ അവരുടെ റൂമിലാണ് പോയി കിടന്നത്. അപ്പോൾ അയാളാണ് കേസിന് ഇടപെട്ടതിന് ശേഷം എന്നെ നാട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് നാട്ടിലേക്ക് വന്നതിന് ശേഷം ഈ സ്പോൺസറാണ് എനിക്ക് പൈസ അയച്ചു തന്നത്. എത്ര? അയാൾ 3 പ്രാവശ്യമായിട്ട് പാസ്ബുക്കിലുണ്ട്. 3 പ്രാവശ്യമായിട്ടുണ്ട് ഒരു 7 ലക്ഷം രൂപയോളം അയച്ചു തന്നിട്ടുണ്ട്. അത് ഈ കോമ്പൻസേഷന്റെ ഭാഗമായിട്ട് കിട്ടിയുള്ളതല്ലോ. അത് അങ്ങനെ ആയിരിക്കണം എന്നാണ് തോന്നുന്നത്. അത് നിങ്ങൾ ചോദിച്ചില്ല? കത്തെഴുതി ചോദിച്ചില്ലേ? കത്തിൽ ഞാൻ ഫോൺ ചെയ്യാൻ ഫോൺ നമ്പറൊക്കെ എൻ്റെ ഉണ്ട്. കത്തെഴുതി ചോദിക്കണം, അപ്പോഴെല്ലാവരും പറഞ്ഞുതരാം. കത്തെഴുതി അയാൾക്ക് മലയാളം അറിയില്ലല്ലോ, അറബിയിലായാലും ഇംഗ്ലീഷിൽ എഴുതണം. എന്നാ അറിയത്തക്ക ഒരാളവിടെ ഉണ്ടായിരുന്നു, മുരളി എന്ന് പറയുന്ന. ഞാൻ പറയുന്നത് നിങ്ങൾ അറബിക്കിലോ ഇംഗ്ലീഷിലോ ഒരു കത്തയക്കണം അയാൾക്ക്. നിങ്ങൾക്ക് ഉറുപ്പിക നിങ്ങൾ അയച്ചിട്ടുണ്ട്, എന്റെ കിട്ടിയ കോമ്പൻസേഷൻ എത്ര കോമ്പൻസേഷൻ ഉണ്ടാവും എത്രയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് അവരോട് പറയണം. അപ്പൊ ജഡ്ജ്മെന്റ് കോപ്പി ഒന്നും എനിക്ക് അയച്ചു തരാൻ പറയണം. അത് അയാൾ അയച്ചു തരുന്നുമില്ല. അല്ല, അത് അയച്ചു തരാൻ പറയണം. നിങ്ങൾ പാറോപ്പറ്റോറിന് ഒപ്പിട്ട് കൊടുത്തു. അതാ പറ്റിയത്. അത് 2 പേർക്ക്, ഒരു മലയാളിക്ക് ഒരു ഒമാനിക്ക്. അതാ പറ്റിയത്. അവര് മേടിച്ചെടുത്തിട്ടുണ്ടോ അറിയില്ല. അല്ല, പാറോപ്പറ്റ ഒപ്പിട്ട് കൊടുക്കാൻ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. ഞാൻ ചോദിച്ചതല്ല, നിങ്ങൾ പാറോപ്പറ്റോറിന് എംബസിക്ക് കൊടുത്താൽ മതിയായിരുന്നു. അല്ല, അതിനുള്ള സമയം അപ്പൊ ഞാൻ കിടക്കയിലായിരുന്നല്ലോ. ഇത് ചെയ്യാവുന്നത് ഇവരോട് ഇത് ചോദിക്കുക, എംബസിയോട് ഇത് ചോദിക്കുക. നിങ്ങൾ ഇതിന്റെ ആക്ച്വൽ കോപ്പി വാങ്ങിക്കുക. കോപ്പി വാങ്ങിക്കേണ്ടത് ഞാൻ പറഞ്ഞ അവിടെ ഏതെങ്കിലും ഒരു വക്കീലുണ്ട്. ഇപ്പൊ ഞങ്ങളൊരു വക്കീലിന്റെ നമ്പർ തരാം. അവിടെ ഞങ്ങൾ അറിയുന്ന ഒരാളുണ്ട് മസ്കറ്റിലല്ലേ, ഒമാനില്. അപ്പൊ അയാളെ നമ്പർ തരാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ കേസ് പറയാം. മനസ്സിലായ? ആ കേസ് പറഞ്ഞിട്ട് അദ്ദേഹം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളിയാ
അല്ല ഈ മുരളി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അയാളെ നിങ്ങൾക്ക് അങ്ങനെ വേറെ വക്കീലിനെങ്കിൽ അത് ചെയ്യാം. നിങ്ങളിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ അയാൾ കോടതിയിൽ നിന്ന് സാധനം എടുത്ത് തരും, രേഖ എടുത്ത് തരും, ഇത്ര നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ട്, ഇത്ര നിങ്ങൾക്ക് കിട്ടിയിട്ട്. കേസ് നമ്പറൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അയാളെ വിളിച്ച് പറയേണ്ടത്. അയാളെ വിളിച്ച് ഞങ്ങളോട് ഇനി ഒന്നും പറയേണ്ടതില്ല. ഞങ്ങൾ ഈ ആളെ ഏൽപ്പിച്ച് തരികയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വക്കീലിനെ അവിടെ ഏൽപ്പിക്കാം. ഞങ്ങൾ അല്ല ഇവിടുന്ന് ഇപ്പൊ ഞങ്ങളൊരാളെ പറയാം, അയാൾ പൈസ ഒന്നും വല്ലാതെ വാങ്ങിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത് തരാം നിങ്ങൾക്ക്. മനസ്സിലായി. എത്ര മക്കളുണ്ട്? 3 പെൺകുട്ടികളാണ്. കല്യാണം കഴിച്ചാൽ മൂത്ത മകനാണ്. ഇപ്പൊ അവന്റെ ആശ്രയത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. വാടക എല്ലാം കൊടുക്കണ അവനാണ്. അവന് പ്രത്യേകം വീടുണ്ട്. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് അനങ്ങാൻ പറ്റാതായി. ഇവിടെ വിളിച്ച് ചോദിച്ച് എന്നെ കിടന്ന് തന്നെ പിന്നെ ഇല്ല മൂത്രം എടുത്തതും അല്ല. അങ്ങനെ മോനെ വിളിച്ച് പറഞ്ഞ് അവൻ മോളും ആയിട്ട് ഓടി വന്ന് പിന്നെ കൊണ്ടുപോയി മരുന്ന്. എവിടെ താമസിക്കുന്നു? ഇപ്പൊ ഒരു വല്ലാത്തൊരു ഇതിലാണ്. വാടക പോലും കൊടുക്കാൻ പറ്റില്ല. വാടക ഇപ്പം സമയമായി. നോക്കാം. 1.5 മാസങ്ങൾക്ക് മുമ്പ് നെടുമങ്ങാടുള്ള ഷാനു ഖാൻ എന്ന ഏജന്റ് വഴി സൗദിയിലെ റിയാദിലേക്ക് വീട്ടുജോലിക്കായി പോയ ഷിജി ഇന്ന് അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും ഇത്തരത്തിൽ നിരപരാധികളായ സ്ത്രീകളെ കപട വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുപോകുന്ന ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ട മറ്റൊരിരയാണ് ഷിജി. നമുക്ക് ചോദിച്ചറിയാം ഷിജിയുടെ ഭർത്താവിനോട് എന്താണ് സംഭവിച്ചത് എന്ന്. ഷിജി മുമ്പ് പോയിണ്ട? ആദ്യം പോവാ. മക്കളില്ലേ? ഒരാളുണ്ട്. എന്താ ചെയ്യുന്നത്? 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 6ാം ക്ലാസ്സിൽ. നിങ്ങൾക്ക് എന്താ ജോലി? ഓട്ടോ ഡ്രൈവറാണ്. നിങ്ങൾ എന്തിനാ പറഞ്ഞാച്ചാരെ? പറഞ്ഞത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് ഇങ്ങനെ ഒന്നൊരു വിസ പറഞ്ഞത്. അങ്ങനെ പൈസ ഒന്നും കൊടുക്കാനാണ് പോയത്. പൈസ ഒന്നും കൊടുത്തില്ല? എന്ത് ശമ്പളം പറഞ്ഞു? 23,000 രൂപ ശമ്പളം പറഞ്ഞു. എന്തെങ്കിലും കിട്ടിയോ? 1.5 കൊല്ലായിട്ട്? 1.5 മാസം. 1.5 മാസമായിട്ടുള്ളൂ. ഒന്നും കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാത്തതല്ല, ഭയങ്കര ഊതലും. ഇപ്പൊ 3 ദിവസം കൊണ്ട് മുറിയിൽ പൂട്ടിയിട്ടൊക്കെയായിരുന്നു. ആഹാരം ഒന്നും കൊടുക്കില്ല. പിന്നെ മുഖം പിടിച്ച് ചെവൽ. ആരെ കൊണ്ടുപോയ? ചേച്ചിയുടെ പേരെന്താ? നളിനി എന്ന് പറഞ്ഞു. നളിനി എന്ത് പറയണു? നളിനിയെ കാണാൻ നളിനി കൂടെയാണ് പോയത്. നളിനി അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. അത് വേറെ സ്ഥലത്താണ്, ദമാം എന്നൊരു സ്ഥലത്ത്. ഷിജി റിയാദ് എന്നൊരു സ്ഥലത്താണ്. ഷിജി അപ്പൊ അവിടെ പെട്ടുകിടക്കണം, പൂട്ടിയിടൊക്കെ ചെയ്യാ, പീഡനങ്ങൾ ഇതാവുക, ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഭയങ്കര ഉപദ്രവമായിട്ട്. ആഹാരം ഒന്നും കൊടുക്കുക. ആഹാരം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആരെങ്ങനെ ജീവിക്കുക? ആഹാരം ഇല്ലെങ്കിലും അല്ല, ശമ്പളം കൊടുത്ത് തിരിച്ച് നാട്ടിലെത്തി. മോനും ഇപ്പൊ സുഖമില്ലാതെ കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പണിക്ക് പോയാൽ പോരെ? ഓരോരുത്തരും പറഞ്ഞു സാറിങ്ങനെ ഈ 23,000 രൂപ ഇവിടെ കിട്ടില്ല. നിങ്ങൾ 500 രൂപയ്ക്ക് ഒരു പണിയില്ലല്ലോ കേരളത്തിൽ. നിങ്ങളെ പോലത്തെ ആളുകൾ കബളിപ്പിക്കപ്പെടുക. അതുകൊണ്ടുള്ള സങ്കടം കൊണ്ട് പറയാം. കാരണം എന്ന് വെച്ചാൽ 500 രൂപയ്ക്ക് കേരളത്തിൽ ഒരു ദിവസത്തിന് ഒരു പണിയില്ല. 2 വീട്ടിൽ പോയാൽ 500 രൂപ കിട്ടും. 2 മണിക്കൂറോ 3 മണിക്കൂറോ ജോലിയുണ്ട് അല്ലേ? ഇത്രയല്ലേ വരുള്ളൂ. ആ ജോലി കിട്ടാതെ നിങ്ങൾ അവിടെ പോയി കഷ്ടപ്പെട്ട് ഒരു കാര്യമില്ല. രക്ഷപ്പെട്ട പ്രശ്നമില്ല. ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. ആ രക്ഷപ്പെട്ടു. ഈ വീട്ടുതൊഴിലിന് പോയ ഏത് സ്ത്രീകളാ രക്ഷപ്പെട്ട? ആരും രക്ഷപ്പെട്ടവരില്ല. ദയവ് ചെയ്ത് എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, വീട്ടുജോലിക്ക് നിങ്ങൾ പോകുമ്പോൾ 10 പ്രാവശ്യം ആലോചിക്കുക. ആ വീട്ടുജോലി ഇവിടെ നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാം നിങ്ങൾക്ക്. ഇപ്പൊ റിയാദിലല്ലേ ഇവരുള്ളത്? റിയാദിൽ ഞങ്ങൾ ആളുകളുണ്ട്. റിയാദിലെ പ്രവാസ ലോകം പ്രേക്ഷകരോടും പ്രവർത്തകരോടുള്ള അഭ്യർത്ഥനയാണ്. ഇത് എന്ന് വെച്ചാൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഷിജിയെ പോലെ ഏത് കാലത്തും ഗൾഫ് നാടുകളിൽ വീട്ടുവേലയ്ക്ക് പോകുന്ന സ്ത്രീകളെ ഇങ്ങനെ കപട വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുപോയി വഞ്ചിക്കപ്പെടുന്ന നിരവധി കേസുകളാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹം ഒട്ടേറെ, എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് കേരളത്തിലെ സ്ത്രീ സംഘടനകൾ എടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നത്. എന്താണ് എനിക്ക് മനസ്സിലായില്ല. കേരളത്തിലെ സ്ത്രീ സംഘടനകൾ, ഒരുപാട് സംഘടനകളുണ്ട് സ്ത്രീകളെ പറ്റിയിട്ട് പറയാൻ, അവലാതിപ്പെടാൻ, അവിടെ നടക്കാൻ. ഇവർക്കൊന്നും ഇത് കാണാൻ മാത്രം നേരമില്ല. ഒരുപാട് ആളുകളുണ്ടല്ലോ. എൻ്റെ സുഹൃത്തുക്കൾ തന്നെയുണ്ട്. ഞാൻ അവിടെ പേരുകളൊക്കെ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ല? ഇത് ഒരു വലിയ വിഷയമാണ്. ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഞങ്ങൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. 1ഉം 2ഉമല്ല. വഞ്ചിക്കപ്പെട്ട്, പീഡിപ്പിക്കപ്പെട്ട്, ഉപദ്രവിക്കപ്പെട്ട്, വെടിയേറ്റ് വന്ന സ്ത്രീകളുണ്ട്. ആരും ചോദിക്കാനില്ല. ഒരു ശബ്ദം പോലും അവർക്കെതിരെ ഉയരുന്നില്ല. ഇതെന്താ ഇങ്ങനെ? ആരും ചോദിക്കാനും പറയാനുമില്ലേ?
അപ്പോൾ ഈ സംഘടനകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പാലക്കാട് നിന്നാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വെടിയേറ്റ ഒരു സ്ത്രീ വന്നു നിന്നത് ഞങ്ങളുടെ അടുത്ത്. അവിടുത്തെ മഹിളാ സംഘടനകൾക്കൊന്നും പറയാനില്ല ഈ സ്ത്രീയെക്കുറിച്ച്. ഒരാളൊരക്ഷരം പറഞ്ഞില്ലല്ലോ ഇതുവരെ. അതെന്താ അങ്ങനെ നടക്കുന്നത്? എങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഈ വിഷയങ്ങൾ വളരെ ഗൗരവപൂർവ്വം കേരളീയ സമൂഹം എടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. റിയാദിലെ പ്രവർത്തകരോട് പറയാനുള്ളത്, ഈ ഷിജിയെ കഴിയുന്നത് വേഗം നിങ്ങൾ കണ്ടെത്തി നാട്ടിലേക്ക് എത്തിക്കണം. അവരൊരു ഹൗസ് അറസ്റ്റിലാണ് എന്ന് തോന്നണം. കൊണ്ടുപോയ ആളുകൾക്കൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പിന്നീട് ചർച്ച ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും. പുതിയ ഗവൺമെൻറ് വന്നിട്ടുള്ളൂ. ഒരു കേരളത്തെ സംബന്ധിച്ചോളം വളരെ പരിമിതമാണ് ഈ വിദേശ വാസവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ളതിൽ. പക്ഷെ തീർച്ചയായിട്ടും ഒരു നിലപാടെടുത്ത് പോകേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും പോസിറ്റീവായുള്ള നിലപാടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഷിജിയെ ഏത് രീതിയിലാണ് ഇടപെടാൻ കഴിയുക, ആ ഇടപെടൽ ശേഷി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് റിയാദിലെ പ്രവാസലോകം പ്രവർത്തകർ മോചിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാൻ. ഇവരൊക്കെ പാവങ്ങളാണ്, മഹാപാവങ്ങളാണ്. അവർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോവുക, ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്യും കേട്ടാ. മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല ഡ്യൂട്ടിക്കായി പോയ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ തിരുവനന്തപുരം കൈതമുക്ക് സ്വദേശി ആനന്ദിനെ തേടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിനും പോലീസിനും ഒക്കെ പരാതി കൊടുത്തിട്ടും ആനന്ദിനെ കുറിച്ച് യാതൊരു വിവരവും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ആനന്ദൻ എന്ത് ജോലിക്കാരനാ? കൂലിപ്പണിക്കാരൻ. ദേവസ്ഥയിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്? അവിടുത്തെ സ്റ്റാഫാണോ? അല്ല, കോൺട്രാക്ട് ആണ്. ഓരോ ഇത് ശബരിമല സീസണിലും പോകും. എത്ര മാസത്തിനാ പോവാ? സിറ്റുവേഷൻ കണക്കാക്കി പോകും. 3 മാസത്തെ. 3 മാസത്തിന് പോകും. ഈ പ്രാവശ്യവും പോയി. ഈ പ്രാവശ്യം എത്ര കാലമായി പോയിട്ട്? ഇപ്പോ 3 വർഷം കഴിഞ്ഞു. 3 വർഷം മുമ്പ് പോയിട്ട് അവിടെ ചെന്നിട്ട് യാതൊരു വിവരവും ഉണ്ടായില്ല. ഫോൺ വിളിക്കാറുണ്ട് എത്തിയാല്? സാധാരണ വിളിക്കാറുണ്ട്. പ്രാവശ്യം വിളിച്ചില്ല. എവിടേക്ക് പോയി എന്നൊരു വിവരവും ഇല്ല. ശബരിമലയിലേക്കാണ് പോയത്. അല്ല, നിങ്ങൾക്കറിയാം ശബരിമലയ്ക്ക് അവിടെ എത്തിയതോ അവിടെ എത്തിയെന്നുള്ള വിവരമൊന്നും ഇല്ല. അവിടെ നിങ്ങൾ അതിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ടോ? ഇയാളെ കോൺട്രാക്ട് കൊണ്ടുപോകുന്ന ആരാ സാധാരണ കൊണ്ടുപോകുന്നത്? അവിടെ നമ്മളെ വീട്ടിന്റെ അടുത്ത് നിന്നൊരു കോൺട്രാക്ടാണ് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ പേരറിയോ നിങ്ങൾക്ക്? പേരറിയാം. ആ വർഷം അവരെ കൂടെ അല്ല പോയ, ഇത് ദേവസ്വം ബോർഡ് ആ പ്രാവശ്യം വിട്ടത്. ദേവസ്വം ബോർഡ് തന്നെയാണ്? ദേവസ്വം ബോർഡിൽ നിങ്ങൾ പരാതി കൊടുത്തില്ലേ? പരാതി കൊടുത്ത്. അപ്പൊ എന്ത് പറഞ്ഞു അവര്? പറഞ്ഞ അന്വേഷിച്ചിട്ട് പറഞ്ഞ ഒരാൾ സാർ പറഞ്ഞ് മാളിയപ്പുറത്ത് ജോലിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മാളിയപ്പുറത്ത് ഉണ്ടായിരുന്നു. മണ്ഡല പൂജാരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇയാൾക്ക് വല്ല കുഴപ്പമുള്ള ആളാണോ? മദ്യപാനൊക്കെ ഉള്ള ആളാണ്? നല്ലോണം മദ്യപിക്കും. ഈ അമ്പലത്തിന്റെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മദ്യപിക്കും? ഇല്ല, ഇവിടുന്ന് പോകുന്നവരുണ്ട്. അവിടെ ചെന്ന് കിട്ടുന്നില്ല. അവിടെ ഈ ഡ്യൂട്ടിക്ക് പോകുമ്പോ മദ്യപിക്കാൻ പറ്റില്ലല്ലോ? അറിഞ്ഞൂടാ. അറിയില്ല. എത്ര മക്കളുണ്ട്? 3 മക്കള്. അവരൊക്കെ വലുതായി? 3 കൊല്ലായിട്ട് വിവരമില്ല. ഇല്ല, ഒരു വിവരവും. അല്ല, ആശുപത്രിയിൽ അങ്ങനെയൊക്കെ അന്വേഷിച്ചോ? അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ അന്വേഷിച്ച് അവിടെ ഒന്നുമില്ല. ഇല്ല. അല്ല, കാരണം ഉണ്ടാ? തെറ്റിട്ടാണോ പോയി? ഇല്ല. നിങ്ങളായിട്ട് അങ്ങനെ? ഇല്ല, നമ്മളെ അടുപ്പം തന്നെയായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഇല്ല. വെള്ളം അടിക്കുന്നതിനെ പറ്റി സംസാരം ഉണ്ട്. അതും സ്വാഭാവികമാണല്ലോ. ഭാര്യമാര് പറയല്ലോ വെള്ളം അടിക്കാൻ പാടില്ല എന്നുള്ളത്. ഇങ്ങനെ വിട്ടു പോണ ഒരാളാണോ? പോയിട്ടുണ്ടോ മുമ്പ്? ഇങ്ങനെ ഇതുവരെ പോയിട്ടില്ല. ഇതിനു മുമ്പ് പോയിട്ടില്ല, ആദ്യമാണ്. വളരെ ദൗർഭാഗ്യകരമായ ഒരു ഇതാണ്. ഒരു തൊഴിലാളി ശബരിമലയിൽ പ്രത്യേകിച്ച് നമ്മളുടെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ്, അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്. അവിടെ മാളിയപ്പുറത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പൊ 3 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ യാതൊരു വിവരവും ഇല്ല. ദേവസ്ഥയിൽ അന്വേഷിച്ചു, ദേവസ്ഥയിലെ പരാതി കൊടുത്തു, അവരന്വേഷിച്ചു, പോലീസിൽ കൊടുത്തു. ഇനി പ്രേക്ഷകരോടാണ് അദ്ദേഹത്തെ അന്വേഷിക്കാൻ എനിക്ക് പറയാനുള്ളത്. ആനന്ദൻ തിരുവനന്തപുരത്തുകാരനാണ്, പലർക്കും അറിയുന്ന ആളാണ്. കുറച്ച് മദ്യപാനത്തിൻ്റെ അസുഖമൊക്കെ ഉള്ള ഒരാളാണ്. 3 പെൺകുട്ടികളാണ്, ദാരിദ്ര്യവും കഷ്ടപ്പാടുള്ള ജീവിതമാണ്. അപ്പോൾ 3 മാസത്തിനാണ് ഈ കോൺട്രാക്റ്റ് കിട്ടുന്നത്. അതിൻ്റെ പണിക്ക് പോയപ്പോഴാണ് ഈ അപ്രത്യക്ഷമായിട്ടുള്ളത്. ഞാൻ മിതമായി മദ്യപിച്ച് എവിടെയെങ്കിലും കിടന്നോ, എന്തെങ്കിലും പറ്റിയോ ഒന്നും അറിയില്ല. അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മദ്യപിച്ച് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ പ്രതീക്ഷ ഞാൻ കെടുത്തുന്നില്ല. അപ്പോൾ ആനന്ദനെ ആരെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ നമ്മളൊന്ന് അറിയിക്കണം.
എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്ന ശീലമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തിരുവനന്തപുരം വിട്ടിട്ട് ആനന്ദന് ഒരു മകളുടെ വിവാഹം ഡൈവോഴ്സ് ചെയ്ത് 2 മക്കളായിട്ട് ഇവരെ കൂടെ ഏക ആശ്രയ ആരുമില്ല. 3 പെൺകുട്ടികളാ ആനന്ദന്. അതിലൊരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഡൈവോഴ്സ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ആനന്ദനെ കാണാതാവുന്നത്. എന്ത് പറഞ്ഞാലും എത്ര കള്ളുടിച്ചാലും എത്ര ഇതാക്കിയാലും ഒരു ആൺതുണ കുടുംബത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞ ഒരു സമാധാനമല്ലേ. അവിടെ കണ്ണീര് കണ്ടില്ലേ നമ്മൾ. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക. പ്രേക്ഷകർ എവിടെയെങ്കിലും ആനന്ദനെ കണ്ടെത്തുകയാണെങ്കിൽ അവർ ആനന്ദനോട് എനിക്ക് പറയാനുള്ളത്, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആനന്ദ എങ്ങനെയെങ്കിലും വീട്ടിലേക്കൊന്ന് വിളിക്കണം. എന്തിനായി ഇത്? എന്തെങ്കിലും 3 വർഷമായി നിങ്ങളെ കാണാതായിട്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാം ആരെങ്കിലും കണ്ട് നിങ്ങളെ അറിയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളെല്ലാവിധ തരത്തിലും നമ്മളുടെ ചാനൽ അന്വേഷിക്കുന്നതാണുള്ളത്. ഗവൺമെൻറ്റിനൊക്കെ അന്വേഷിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെന്തായാലും കടകംപള്ളിയിലൊന്ന് പോയി കാണണം കേട്ടോ. വിദേശത്തേക്ക് ജോലി തേടി പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ കാണൂ, അതിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. വിദേശത്തേക്ക് ജോലി തേടി പോകും മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരിചയമില്ലാത്ത പല അനുഭവങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. മാനസികമായി അതിന് തയ്യാറെടുക്കുക. കാരണം വിദേശം മറ്റൊരു ലോകമാണ്. യഥാർത്ഥ യാത്രാരേഖകളുമായി മാത്രം യാത്ര ചെയ്യുക. കൃത്രിമ രേഖകൾ നിങ്ങളെ അപകടത്തിലെത്തിച്ചേക്കാം. തൊഴിലുടമ്പടി അഥവാ ജോബ് കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ തനിക്ക് ദോഷകരമല്ലെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം. ചെയ്യേണ്ടുന്ന ജോലിയുടെ സ്വഭാവം, രീതികൾ, ഡ്യൂട്ടി സമയം, ഓവർ ടൈം, വേതന വ്യവസ്ഥകൾ, വിശ്രമ സമയം, ലീവ്, ജോലി സുരക്ഷ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് തങ്ങളുടെ ജോബ് കോൺട്രാക്റ്റ് എന്ന് ബോധ്യപ്പെടണം. നിങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ പ്രവാസ ലോകം പ്രവർത്തകരെ ബന്ധപ്പെടാൻ മറക്കരുത്. ഗൾഫിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ എംബസി നമ്പറുകൾ ഇവയാണ്. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ തേടിക്കൊണ്ടുള്ളൊരു യാത്രയാണ് പ്രവാസ ലോകം നടത്തുന്നത്. ഇത് തികച്ചും സൗജന്യമാണ്. കാണാതാകുന്ന ആളുടെ ഫോട്ടോ, അയക്കുന്ന ആളുടെ വിശദമായ ഡീറ്റെയിൽസും നമ്പറും സഹിതം ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: പ്രവാസ ലോകം, കൈരളി TV, കൈരളി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. കേരളത്തിലെ തെരുവുകളിലെല്ലാം രക്തം കുടിക്കുന്ന ചെന്നായ്ക്കളെ പോലെ സബ് ഏജൻറ്റ്സ് ഇറങ്ങിയിരിക്കുന്നു. അവർ ലക്ഷ്യം വെക്കുന്നതും നിരാലംബരായ പാവപ്പെട്ട സ്ത്രീകളെ തന്നെയാണ്. അറബികളിൽ നിന്നും 2-3 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ അറബി നാട്ടിലേക്ക് കയറ്റി അയക്കുന്നത്. ഷിജിക്ക് വന്ന അതേ അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒന്ന് മാത്രമേ പ്രവാസ ലോകത്തിന് പറയുവാനുള്ളൂ: വീട്ടുജോലിക്ക് ആവശ്യമായ അല്ലെങ്കിൽ വീട്ടുജോലിക്ക് എന്ന് പറഞ്ഞ് വിസ ലഭിച്ചാൽ നിങ്ങൾ ആ കുരുക്കിൽ പെടരുത്. എന്താവശ്യത്തിനും ഏത് സഹായത്തിനും പ്രവാസ ലോകത്തിനെ ബന്ധപ്പെടാം. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വരും. നന്ദി, നമസ്കാരം.